ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സെറ്റ് ഡേറ്റ സ്ട്രക്ചർ അതിനെക്കുറിച്ച് നോക്കാം. ഇത് അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചറിൽ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ്. ലാബിന് ആവശ്യമുള്ള ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ തിയറിയിലും സ്റ്റാർട്ടിങ് വരുന്നത് റിവ്യൂ ഓഫ് ബേസിക് ഡേറ്റ സ്ട്രക്ചറാണ്. അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ സ്റ്റാക്ക്, ക്യൂ, ട്രീസ് ഒക്കെ അതൊക്കെ പയ്യെ കണ്ടിന്യൂ ചെയ്യാം. ബിഫോർ ലാബ് എക്സാം അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ്സ് എല്ലാം കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് സീരീസ് ആൻഡ് സെം എക്സാം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഇപ്പോൾ എടുക്കാം. പിന്നെ ലാബിൻ്റേത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. സെറ്റ് ഡേറ്റ സ്ട്രക്ചറിൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് പഠിക്കണം. പിന്നെ സെറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് ബിറ്റ് സ്ട്രിങ്സ്. ഇത് 2 ടോപ്പിക്കാണ് ഉള്ളത്. അത് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം സെറ്റ്, വാട്ട് ഈസ് സെറ്റ് എന്ന് പഠിക്കണം. സെറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്, കളക്ഷൻ ഓഫ് ഡേറ്റ ആണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സെറ്റിൽ എലമെൻറ്റ്സ് ഓർഡറിൽ വേണം എന്നില്ല. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റിലുള്ള എലമെൻറ്റ്സ് കൊടുക്കാം. പിന്നെ അറേയ്ക്കും സെറ്റിനും ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അറേയിൽ നമുക്ക് എലമെൻറ്റ്സ് റിപ്പീറ്റായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇതിൽ 1 2 3 4 5 6 ആൻഡ് അഗെയിൻ 2 ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് അത് അറേയിൽ കൊടുക്കാൻ പറ്റും. ബട്ട് സെറ്റ്സിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സെറ്റ്സിൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ആവാൻ പാടില്ല, ബട്ട് അറേയിലെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ആവാം. ഇതാണ് സെറ്റിനും അറേയ്ക്കും ഉള്ള ഒരു ഡിഫറൻസ്. പിന്നെ സെറ്റ് അറേയും സിമിലറാണ്, ഇതൊരു ഡിഫറൻസേ ഉള്ളൂ. ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രൈം നമ്പേഴ്സ് എനിക്ക് സെറ്റിൽ എടുക്കണമെന്ന് വെച്ചു. 1 to 20 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എനിക്ക് സെറ്റിൽ സ്റ്റോർ ചെയ്യണം. അതിൽ 1 to 20 വരെയുള്ള പ്രൈം നമ്പർ മാത്രമേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 20ക്ക് മേളിലുള്ള പ്രൈം നമ്പേഴ്സ് എനിക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ പ്രൈം അല്ലാത്ത നമ്പേഴ്സ് എനിക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്പേഴ്സ് റിപ്പീറ്റ് ആവാൻ പാടില്ല. ഇതൊക്കെയാണ് സെറ്റ് ഡേറ്റ സ്ട്രക്ചറിൽ ഉള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. സെറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ മാത്സിൽ പഠിച്ച പോലെ തന്നെ സെറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ആണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, സബ്സെറ്റ്. ഇപ്പോൾ നോർമലി നമ്മൾ സെറ്റിൽ പെർഫോം ചെയ്യുന്ന സെയിം ഓപ്പറേഷൻസ് ആണ് ഇതിലും വരുന്നത്. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ. യൂണിയൻ ഓപ്പറേഷനിൽ 2 സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ സെറ്റാക്കി കിട്ടും. ബട്ട് റിപ്പീറ്റേഷൻ വരത്തില്ല. സെറ്റിൻ്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് നമുക്ക് ഫൈനലി ഒരു സെറ്റ് റിസൾട്ടായിട്ട് കിട്ടും. അതിൻ്റെ ഒരു വെൻ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ, ബി, പിന്നെ 2 യൂണിയൻ എടുക്കുമ്പോൾ അതിലുള്ള എല്ലാ എലമെൻറ്റ്സും വരും വിതൗട്ട് റിപ്പീറ്റേഷൻ. പിന്നെ ഉള്ളത് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷനിൽ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് റിസൾട്ടിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ളത് ഡിഫറൻസ് സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ സെറ്റ് ബി, ഫോമിങ് എ സെറ്റ് വിത്ത് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ ഫസ്റ്റ് സെറ്റ് ആൻഡ് നോട്ട് ഇൻ ദ സെക്കൻഡ് സെറ്റ്. ഫസ്റ്റ് സെറ്റിൽ ഉള്ള എലമെൻറ്റ്സ് എല്ലാം വരും, ബട്ട് അതിലും സെക്കൻഡ് സെറ്റിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് വരത്തില്ല. സെറ്റ്സിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂട്ടബിൾ ആൻഡ് മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ മീൻസ് നമുക്കതിൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, അത് സ്റ്റാറ്റിക് ആയിരിക്കും. മ്യൂട്ടബിൾ മീൻസ് നമുക്കതിൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാം. ലൈക്ക് പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതാണ് മ്യൂട്ടബിൾ സെറ്റ്സ്. ഇതിൽ മ്യൂട്ടബിളിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ആണ് ക്രിയേറ്റ്, ആഡ് എലമെൻറ്റ്, ഡിലീറ്റ് എലമെൻറ്റ്, പിന്നെ അതിലുള്ള കപ്പാസിറ്റി, എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേഷൻസ്. ഇതെല്ലാമാണ് നമ്മൾ മ്യൂട്ടബിളിൽ ചെയ്യുന്നത്. ലൈക്ക് പൈത്തണിൽ നമ്മൾ പഠിക്കില്ലേ മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്സ്, അതേപോലെയാണ് സെറ്റ്സും. മ്യൂട്ടബിൾ ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഉണ്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സെക്കൻഡ് വൺ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ഒരു സെറ്റിൽ പുതിയതായിട്ട് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഉള്ള സെറ്റിൽ നിന്ന് ഒരു എലമെൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം ദ യൂസേഴ്സ് ഇൻപുട്ട് എടുത്തിട്ട് ഒരു എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള എലമെൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെറ്റിൻ്റെ കപ്പാസിറ്റി, അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് സെറ്റിൽ വരുന്ന ബേസിക് ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ വോയിഡ് സ്റ്റാർ ക്രിയേറ്റ് ഓഫ് ഇൻറ്റ് എന്നോ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് n എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിന് ആവശ്യമുള്ള മെമ്മറി നമുക്ക് റിട്ടേൺ ആയി കിട്ടും. ഇൻറ്റ് സ്റ്റാർ സെറ്റ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റ് ഓഫ് 30. ഇത് എക്സാമ്പിൾ സിൻറ്റാക്സ് ആണ്. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് 30 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ദെൻ സെക്കൻഡ് വൺ ആഡ് ഫംഗ്ഷൻ ആണ്. ആഡ് സെറ്റ്, ആഡ് ഓഫ് സെറ്റ് സ്പേസ് സെറ്റിൻ്റെ പേര്, അതിൻ്റെ ടൈപ്പ്, അതിനുള്ള വാല്യൂ. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ സെറ്റിൽ ആഡ് ആവും. തേർഡ് വൺ ആണ് ഡിലീറ്റ്. ഡിലീറ്റിന് ഡിലീറ്റ് ഓഫ് സെറ്റ്, പിന്നെ സെറ്റ് നെയിം കൊടുക്കണം, അതിൻ്റെ ടൈപ്പ് കൊടുക്കണം, വാല്യൂ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള സെറ്റിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. പിന്നെ ഉള്ളത് കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി നമുക്ക് അതിൽ ഉള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദി കപ്പാസിറ്റി ഓഫ് സെറ്റ് സ്പേസ് സെറ്റിൻ്റെ പേര്.
ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇതൊക്കെയാണ് മ്യൂട്ടബിളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ഇനി ഇമ്മ്യൂട്ടബിളിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എലമെൻറ്റ് ഓഫ് എക്സ് കോമ എസ്. സെക്കൻഡ് വൺ സൈസ് കണ്ടുപിടിക്കുന്നത്. തേർഡ് വൺ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് വൺ വോയിഡ് സ്റ്റാർ ബിൽഡ് ഓഫ് സംതിങ്. ഇപ്പോൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എലമെൻറ്റ് ഓഫ്. നമ്മൾ എലമെൻറ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലമെൻറ്റ് ഓഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് ഇൻറ്റ് എലമെൻറ്റ് ഓഫ്, ആ എലമെൻറ്റിൻ്റെ ടൈപ്പ്, ആ എലമെൻറ്റ് ഏതാണോ അത് കൊടുക്കണം. പിന്നെ സെറ്റ് ഒരു കീവേഡ് ഉണ്ട്, സെറ്റ് സ്പേസ് സെറ്റ് നെയിം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ് എന്നൊരു വേരിയബിൾ ആ സെറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടും, ഇല്ലെങ്കിൽ 0 കിട്ടും. ഇതാണ് എലമെൻറ്റ് ഓഫ് ഫംഗ്ഷൻ. പിന്നെ ഉള്ളത് എം ടി. ഇത് സെറ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഇൻറ്റ് എക്സാമ്പിൾ സിൻടാക്സ് ആണ് ഇൻറ്റ് എം ടി ഓഫ് സെറ്റ് സ്പേസ് സെറ്റ് നെയിം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും 1 or 0, ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആ ഒരു സെറ്റ് എം ടി ആണെങ്കിൽ നമുക്ക് 1 കിട്ടും, എം ടി അല്ലെങ്കിൽ 0 ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ സൈസ്, ഇത് അതിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സൈസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ സിൻടാക്സ് ആണ് ഇൻറ്റ് സൈസ് ഓഫ് സെറ്റ് സ്പേസ് സെറ്റ് നെയിം. നെക്സ്റ്റ് വൺ ബിൽഡ് ആണ്. ബിൽഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സെറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾ സിൻടാക്സ് ആണ് വോയിഡ് സ്റ്റാർ ബിൽഡ് ഓഫ് സെറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ആവും വിത്ത് ഗിവൻ എലമെൻറ്റ്സ്. നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്ത എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ആവും. ആൻഡ് അത് ക്രിയേറ്റ് ആയിട്ട് ആ സെറ്റിലുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ സെറ്റ്സ്. ഇതിൽ വാട്ട് ഈസ് സെറ്റ്സ്, സെറ്റിലുള്ള ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. പിന്നെ 2 ടൈപ്സ് ഓഫ് സെറ്റ്സ് ഉണ്ട്, മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ. ഓരോ ടൈപ്പിലും നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസും ഇതിലുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് യൂസിങ് ബിറ്റ് സ്ട്രിങ്. ഇത് ബിറ്റ് സ്ട്രിങ്ങിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റിൽ 1 2 3 4 5 6 7 8 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ 2 സെറ്റ് എഴുതിയിട്ടുണ്ട്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത 2 സെറ്റ്സ് ഉണ്ട്. സെറ്റ് എയിൽ 2 4 6 8 ഉണ്ട്, ആൻഡ് സെറ്റ് ബിയിൽ 1 3 5 7 ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ബിറ്റ് സ്ട്രിങ് ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതല്ലേ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഈ എ ആൻഡ് ബി എങ്ങനെ ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമെന്നൊന്ന് നോക്കാം. അപ്പോൾ എയുടെ ബിറ്റ് സ്ട്രിങ് ഫോമാറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൽ 1 ഉണ്ട്, ബട്ട് എയിലില്ല. അപ്പോൾ 1ൻ്റെ പ്ലേസിൽ 0 ഇടണം. പിന്നെ യൂണിവേഴ്സൽ സെറ്റിലുള്ള അടുത്ത എലമെൻറ്റ് 2 ആണ്. 2 എയിലുണ്ട്, അപ്പോൾ അതിൻ്റെ പ്ലേസിൽ 1 ഇടണം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റിലുള്ള സെയിം എലമെൻറ്റ് എയിലുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേസിൽ 1 ഇടണം, ഇല്ല എങ്കിൽ അതിൻ്റെ പ്ലേസിൽ 0 ഇടണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, ബട്ട് എയിൽ 1 ഇല്ല, അപ്പോൾ അതിൻ്റെ പ്ലേസിൽ 0 ഇട്ടു. യൂണിവേഴ്സൽ സെറ്റിലുള്ള സെക്കൻഡ് എലമെൻറ്റ് 2 ആണ്, എയിൽ 2 ഉണ്ട്, അതുകൊണ്ട് 1 ഇട്ടു. പിന്നെ യൂണിവേഴ്സൽ സെറ്റിൽ 3 ഉണ്ട്, ബട്ട് എയിൽ 3 ഇല്ല, അപ്പോൾ അവിടെ 0 ഇടണം. പിന്നെ യൂണിവേഴ്സൽ സെറ്റിൽ 4 ഉണ്ട്, എയിലും ഉണ്ട്, അപ്പോൾ ഇതിന് 1 ഇടണം. പിന്നെ അടുത്തത് യൂണിവേഴ്സൽ സെറ്റിൽ 5 ഉണ്ട്, എയിലില്ല, അപ്പോൾ 5ൻ്റെ പ്ലേസിൽ 0. പിന്നെ അടുത്തത് 6 ഉണ്ട്, യൂണിവേഴ്സൽ സെറ്റിൽ എയിൽ 6 ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്ലേസിൽ 1 ഇടണം. പിന്നെ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 7 ആണ്, അത് എയിലില്ല, അപ്പോൾ 0. ലാസ്റ്റ് ഉള്ളത് 8 ആണ്, 8 എയിലുണ്ട്, അപ്പോൾ അതിൻ്റെ പ്ലേസിൽ 1 ഇടണം. ഇതാണ് ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ. പിന്നെ അതേപോലെ ബിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ബി ഈസ് ഈക്വൽ ടു, ബിയിലും യൂണിവേഴ്സൽ സെറ്റിൽ 1 ഉണ്ട്, അപ്പോൾ 1. യൂണിവേഴ്സൽ സെറ്റിൽ 2 ഉണ്ട്, ബട്ട് ബിയിലില്ല, അപ്പോൾ 0. 3 ഉണ്ട് രണ്ടിലും, 1. 4 ഇല്ല, 5 ഉണ്ട്, 6 ഇല്ല, 7 ഉണ്ട്, 8 ഇല്ല. ഇതാണ് ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. 1 by 1 നോക്കാം. ഇതിലിപ്പോൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് 1 2 3 4 5 എടുത്തിട്ടുണ്ട്. ആൻഡ് എയിൽ 1 3 5 ഉണ്ട്, ബിയിൽ 2 and 4 ഉണ്ട്. എ ആൻഡ് ബി യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ്സ് ആണ്. ആദ്യം എയും ബിയും നമ്മൾ ബിറ്റ് സ്ട്രിങ് ഫോമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 ഉണ്ട്, 2 ഇല്ല, 3 ഉണ്ട്, 4 ഇല്ല, 5 ഉണ്ട്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 ഇല്ല, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല.
ഇതാണ് ഇതിൻ്റെ ബിറ്റ് സ്ട്രിങ് റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ആൻഡ്, ഓർ, നോട്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ആൻഡ് ഓപ്പറേഷൻ നോക്കാം. ആൻഡ് ഓപ്പറേഷൻ മീൻ ചെയ്യുന്നത് ഇൻ്റർസെക്ഷനാണ്. ആൻഡ് മീനിങ് ഇൻ്റർസെക്ഷൻ, ഓർ യൂണിയൻ, നോട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇൻ്റർസെക്ഷൻ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ അതിലുള്ള കോമൺ എലമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. ബട്ട് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ നമുക്ക് നൾ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ബിറ്റ് സ്ട്രിങ് ഫോമാറ്റിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. എയിലുള്ള എലമെൻറ്റ്സ് ആണ് 1 0 1 0 1. ബിയിലുള്ളത് 0 1 0 1 0. ഇത് ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റാണ്. ഇനി നമ്മൾ നോർമലി ആൻഡ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ആൻഡ് ചെയ്യുമ്പോൾ 1 and 1 വന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും 0 ആണ് വരുന്നത്. ഇപ്പോൾ 1 and 0 0 ആണ്. 0 and 1 0, 1 and 0 0, 0 and 1 0, 1 and 0 0. അപ്പോൾ 0 0 0 0 ഇത് കറസ്പോണ്ട്സ് ടു നൾ സെറ്റ് ആണ്. ഇത് ഈ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൾ സെറ്റാണ് വരുന്നത്. പിന്നെ ഉള്ളതാണ് ഓർ ഓപ്പറേഷൻസ്. ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ടിലും ഉള്ള എല്ലാ എലമെൻറ്റ്സും അതിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് 1 3 5 2 4 ഇങ്ങനെ എല്ലാ എലമെൻറ്റ്സും വേണം. ഇപ്പോൾ വീണ്ടും എയുടെയും ബിയുടെയും ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റ് എഴുതാം. 1 0 1 0 1, പിന്നെ 0 1 0 1 0, 1 and 0 1, 0 and 1 1, 1 and 0 1, 0 1 1, 1 and 0 1. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് 1 2 3 4 and 5. ഇത് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റാണ്. പിന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എ കോംപ്ലിമെൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ എയിലിപ്പോൾ 1 3 5 ഉണ്ട്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള ബാക്കി എലമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം നമുക്ക് എ കോംപ്ലിമെൻറ്റിൽ കിട്ടും. അപ്പോൾ ഇതിൽ എ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ 2 and 4 ആണ് കിട്ടുന്നത്. അപ്പോൾ എയുടെ ബിറ്റ് സ്ട്രിങ് ഫോർമാറ്റ് 1 0 1 0 1 ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ സീറോസ് എല്ലാം 1 ആക്കണം, 1 എല്ലാം സീറോസ് ആക്കണം. ഇപ്പോൾ 1 0 ആവും, ഈ 0 1 ആവും, ഇത് 0 1 ഇത് 0, വിച്ച് കറസ്പോണ്ട്സ് ടു 2 and 4 ഇൻ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ബിറ്റ് സ്ട്രിങ് വെച്ചിട്ട് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യേണ്ടത്. ഇതിൽ 2 തിങ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ആദ്യം നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് വേണം, അതിൽ നിന്ന് വേറെ 2 സെറ്റ്സ് കാണും. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബിറ്റ് സ്ട്രിങ് ആയിട്ട് എഴുതുന്നത്. യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റ് എയിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് പ്ലേസിൽ 1 ഇടണം. യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റ് എയിൽ ഇല്ല എങ്കിൽ അതിന് കറസ്പോണ്ടിങ് പ്ലേസിൽ 0 ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ബിറ്റ് സ്ട്രിങ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് യൂണിയൻ ഇൻ്റർസെക്ഷൻ എല്ലാം പെർഫോം ചെയ്യാം. അതിന് 2 സെറ്റ്സ് ആണ് വേണ്ടത്. 2 സെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാം. അപ്പോൾ ഇൻ്റർസെക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ 1 and 1 വന്നാൽ നമുക്ക് 1 ഇടാം. 0 1 വന്നാൽ 0, 1 and 0 വന്നാൽ 0, 0 0 വന്നാലും 0 തന്നെ വരും. പിന്നെ ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1 0 വന്നാലും 1 കിട്ടും, 0 1 വന്നാലും 1 കിട്ടും, പിന്നെ 1 1 വന്നാലും 1 കിട്ടും, പിന്നെ 0 0 കിട്ടിയാൽ മാത്രമേ 0 കിട്ടത്തുള്ളൂ. പിന്നെ കോംപ്ലിമെൻ്റ് ഓപ്പറേഷനിൽ 0 ആണെങ്കിൽ അതിനെല്ലാം 1 ആക്കാം, 1 ആണെങ്കിൽ 0s ആക്കാം. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്. ഇനി അടുത്ത ഹാഷിംഗ് ആൻഡ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് നോക്കാം. താങ്ക്